ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖലയായ തോട്ടുമുഖത്താണ്. കടുത്ത വേനലിനെ തുടർന്ന് തോടുകളും നീർച്ചാലുകളും പുഴകളും എല്ലാം വറ്റി വരണ്ട് ഏറെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്തുകാർ. ഭൂരിപക്ഷം ആളുകളും കാർഷിക മേഖലയെ ആശ്രയിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവരുടെ കൃഷി ഉൾപ്പെടെ കത്തി കരിഞ്ഞ് ഉണങ്ങി നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇവരുടെ പ്രയാസങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെ പ്രയാസങ്ങളാണ് ഈ വേനൽ കൊണ്ട് ഉണ്ടായത്? കൊടിയത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയായ കാരശ്ശേരി പഞ്ചായത്ത്, അതുപോലെ തന്നെ ഉറങ്ങാട്ടിരി പഞ്ചായത്തിൻ്റെ അതിർത്തിയോട് പങ്കിടുന്ന തോട്ടുമുക്കം ചെറുപുഴയാണ്. ഈ ചെറുപുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ റൂട്ടി പ്ലേസ് പ്രദേശമായതുകൊണ്ട് ഈ വേനൽക്കാലത്ത് ഈ പരിസരത്തുള്ള എല്ലാ കെട്ടിലെയും വെള്ളം വറ്റിപ്പോകാറാണ് പതിവ്. അപ്പം ഈ പുഴയുടെ തീരത്ത് 2 വലിയ കുടിവെള്ളം സംഭരണികളുണ്ട്. ഈ പദ്ധതി പ്രകാരമാണ് ഇവിടെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം ഇപ്പം നമുക്ക് ഇതിലെ ഒരു സംരംഭത്തിൻ്റെ ചെയർമാനാണ് ഞാൻ. ഇപ്പം നമുക്ക് വെള്ളം അടിക്കാൻ കഴിയുന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ വെള്ളം നിർത്തി വെക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പം വെള്ളം ഇങ്ങനെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കടുത്ത വേനലിലും ചൂടും എല്ലാം കൊണ്ട് നമുക്ക് വലിയ പ്രയാസമാണ് വരാൻ പോകുന്നത്. വെള്ളം ഇനി എന്ത് ചെയ്യും എന്നാണ് ഞങ്ങൾ കമ്മിറ്റിക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ വേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടലൊന്നും കാര്യമായിട്ടൊന്നും വന്നിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ള വലിയ പ്രയാസത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ നേരത്തെയും ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കടുത്ത വേനൽ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഇതിനെ തരണം ചെയ്തിരുന്നത്? ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം ഇല്ലാതാവുന്നത്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഈ പുഴ തന്നെയാണ്. എല്ലാ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കലും അലക്കലും എല്ലാം തന്നെ കഴിഞ്ഞു പോകുന്ന ഭാഗമായിരുന്നു ഈ ഭാഗം. ഇപ്പോഴാണ് ഈ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം ഇല്ലാതായിരിക്കുന്നത്. ഇതിന് ബദൽ സംവിധാനമായിട്ട് പഞ്ചായത്തോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വെള്ളം വരുന്നുണ്ട്, കുടിവെള്ളമായിട്ട് മോൾ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല, ഞങ്ങളെ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഇത്തരത്തില് വൻതോതിൽ കടുത്ത വേനലും എല്ലാ ജലസ്രോതസ്സുകളും വറ്റി വരണ്ട് ആകെ പ്രയാസത്തിലായിരിക്കുകയാണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പൊ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പം പഞ്ചായത്തൊക്കെ എത്തിച്ചെന്ന് വരാം. എന്നാൽ പ്രാഥമികമായിട്ട് പ്രത്യേകിച്ചും മലയാളി ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ബാക്കിയുള്ള പ്രാഥമിക കർമ്മങ്ങൾ ഉൾപ്പെടെ ചെയ്യാൻ ഏത് രീതിയിലായിരിക്കും ഇതിനൊക്കെ അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു വേനൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജലക്ഷാമം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജലക്ഷാമം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ എന്നെ ക്ലബ്ബുകളുടെയൊക്കെ നേതൃത്വത്തിൽ വീടുകളിൽ കുടിവെള്ളം എത്തിച്ച് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പുഴയോട് ചേർന്ന് തന്നെ കുളങ്ങൾ, കിണറുകൾ നിർമ്മിച്ച് 95-ലാണ് ഇപ്പം ദേവസ്വം കാർഡ് പദ്ധതി അന്ന് ആരംഭിച്ചു. 95-ലെ ജനകീയാസൂത്രണം വരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യം അന്ന് ആ സമയത്ത് അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചത് നാടിച്ചാണ്ടാണ്. അങ്ങനെ അവർ ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാം ശ്രമഫലമായിട്ടാണ് അന്ന് ഇവിടെ ഒരു കുളം കുഴിച്ച് അവിടെ നിന്നും ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പദ്ധതി ഉണ്ടായത്. അതുപോലെ തന്നെയാണ് തരിയോട് മാടാമ്പി പ്രദേശത്തും ഇതുപോലൊരു പദ്ധതി അന്ന് ജോർജൻ തോമസ് MLA ആയിരുന്ന സമയത്താണ് 2 തവണ പദ്ധതിക്ക് പണം വെച്ചുകൊണ്ട് അങ്ങോട്ട് വെള്ളം അടിച്ച് കയറ്റുന്ന അവർക്ക് ജലം കൊടുക്കുന്നത്. പക്ഷെ അന്ന് പുഴയിൽ നീരൊഴുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുഴയിൽ താഴെ ബണ്ടിടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വെള്ളം അരിച്ച് അതിലേക്ക് എത്തി ഇത് പമ്പ് ചെയ്ത് ഞങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. ഇപ്രാവശ്യം ഇട്ട ബണ്ടാരോ പൊട്ടിച്ച് കളയുകയും ചെയ്തു. ഈ പുഴയിലെ നീരൊഴുക്ക് പാടെ ഇല്ലാണ്ടായി. ഈ ചെറുപുഴയിലെ നീരൊഴുക്ക് ഇതിനു മുമ്പ് എൻ്റെ ഓർമ്മയിൽ ഒരു തവണയാണ് ഇതേപോലെ, വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രയും ഒരു കടുത്ത ഇതുണ്ടായത്. ഇനിയിപ്പോൾ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഇനി പഞ്ചായത്തായാലും സർക്കാരായാലും ഈ ഭരണ സംവിധാനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പുതിയ പദ്ധതികളോ അതുമായിട്ടുള്ള പ്രാഥമിക പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടണം. അതിനായിട്ടുള്ള തീർച്ചയായും ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്ത് മെമ്പറാണ് നാടിച്ചേട്ടന്. തീർച്ചയായും ഇതിനുള്ള ഇനിഷ്യേറ്റീവ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് ട്ടുള്ള ഒരു പദ്ധതി. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലോ. അപ്പം പഞ്ചായത്തിന്റെ വെള്ളം വരുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായി ഇവിടെ എത്തുന്നില്ല. ചില ദിവസം വരുന്നില്ല, ചില ദിവസം വരുന്നത് 1.5 കൊടുത്തോണ്ടിരുന്നത് 1.5 പോലും കൊടുക്കാത്ത അവസ്ഥയാണ്. ഇവിടുന്ന് ഒരു വെള്ളം എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്രോതസ് ഈ നാട്ടിൽ ഇപ്പം PHD എന്നാണ് അവർ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ജലമില്ലാത്ത ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നത് നമ്മൾ ആലോചിച്ചതിന് പരിഹാരം ഭരണ അധികാരികളും ഒക്കെ ആയി ആലോചിച്ച് ചെയ്യേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും ഈ തോട്ടുമുക്കം മേഖലയിൽ മലയോര മേഖല എന്നുള്ളവർക്ക് കാർഷിക മേഖലയെ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ഭാഗത്തുള്ളത്.
അപ്പോൾ ഇവരുടെ ഇപ്പോൾ കൃഷി ഉൾപ്പെടെ കരിഞ്ഞു തുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഏത് രീതിയിലാണ് ഇപ്പോൾ ആ കാർഷിക മേഖലയുടെ ഒരു പ്രതിസന്ധി ഉള്ളത്? കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എല്ലാ കാർഷിക പിന്നെ തെങ്ങായാലും കവുങ്ങായാലും ജാതിയായാലും ഉണങ്ങി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളും നമ്മൾ ഈ പുഴയിൽ നിന്നാണ് വെള്ളം അടിച്ച് നനയ്ക്കാറുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് വെള്ളം അടിക്കാൻ കഴിയുന്നില്ല. പുഴ ഇങ്ങനെ കടുത്ത മേലിൽ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വരുന്നത്. ആ സമയത്ത് ഇടമഴ ഇടയ്ക്ക് 2-3 മഴ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രതിസന്ധി വരാറില്ല. പിന്നെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രയാസം. ഇതെല്ലാം പാറയാണ്. വേനൽമഴ തീരെ ലഭിച്ചിട്ടില്ല. അല്ല, ഈ കൊല്ലം മഴ മാറിയതിനു ശേഷം പിന്നെ ഒരൊറ്റ മഴ പോലും ഇവിടെ പെയ്തിട്ടില്ല. അതിന്റെ കുഴപ്പമാണ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളത്. ഈ മണ്ഡലം 77 ഈ മണ്ഡലം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊക്കെ അന്നത്തെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വീട് കയറി ഇങ്ങനെ ഈ വെള്ളത്തിന്റെ ക്ഷാമം ഇവിടുത്തെ പിന്നെ കുടുംബക്കാർ പറയുമ്പോൾ, അമ്മമാരെല്ലാം പറയുമ്പോൾ, നമ്മൾ അന്നത്തെ ജനകീയാസൂത്രണം ഇപ്പം 96 വരുമ്പോൾ ആദ്യത്തെ ഗ്രാമസഭയിൽ നമ്മളെ ജോർജൻ തോമസ് ഉൾപ്പെടെ ആ ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ അന്ന് ഒരു പ്രൊജക്റ്റ് എഴുതി കൊടുത്തു ഗ്രാമസഭയിൽ. അങ്ങനെ 8,45,000 രൂപയുടെ ഒരു പദ്ധതിയാണ് അന്ന് നമുക്ക് പാസ്സായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കൺവീനറായിട്ട് 4 വർഷം വർക്ക് ചെയ്യുകയും ഈ പദ്ധതി വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 4 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. രമേശ് ചേട്ടൻ അന്ന് ബ്ലോക്ക് പ്രസിഡന്റാണ്. അന്നപ്പം പുള്ളി 1,20,000 രൂപ തരികയും ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ഈ പദ്ധതി 4 വർഷം കൊണ്ട് പൂർത്തിയാക്കി 14,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് നിർമ്മിച്ച് അവിടെ ഇതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ വലിയ ഒരു കിണർ പിന്നെ കോൺക്രീറ്റിൽ നിർമ്മിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളപ്പോൾ പുഴ പറ്റുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ വെള്ളം അടിക്കാൻ കഴിയാത്ത പ്രയാസമുള്ളത്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം അടിക്കാൻ 14,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇവിടുന്ന് പമ്പ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഇവിടെ ഇപ്പോൾ ഒരു 10-60 നമ്മൾ തുടങ്ങുന്ന കാലത്ത് 10-60 കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നീട് നമുക്ക് കുറെ ആൾക്കാർ ഇവിടുന്ന് വിറ്റെല്ലാം പല സ്ഥലത്തേക്ക് മാറിയതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഇപ്പോഴും ഉണ്ട്. ഒരു 35-40 കുടുംബം ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. കാർഷിക മേഖലയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. വെള്ളം പിന്നെ ഉപയോഗിക്കാൻ ഇപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം അടിക്കാൻ ഇപ്പൊ സമ്മതിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ പോലും സമ്മതിക്കില്ലല്ലോ ജനങ്ങൾ. ഇപ്പൊ ഇവർ കഴിഞ്ഞ ആഴ്ച ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി സജിത്തിന്റെ റോപ്പിൽ ഇവിടുന്ന് 8-10-12 പേര് പോയി പുഴയുടെ അങ്ങേത്തെ അറ്റം വരെ പോയിട്ട് ഈ ബണ്ടുകളെല്ലാം തുറന്നു വിട്ടിട്ടാണ് ഇപ്പോൾ ഇവർ വെള്ളം അടിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും നിന്നിരുന്നു വെള്ളം അടി. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജോർജൻ തോമസ് 2006 MLA ആയി കഴിഞ്ഞപ്പോൾ ജോണി ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, വാർഡ് മെമ്പറായിരുന്ന കാലത്ത് 2008 ഒരു പദ്ധതി ഇവിടെ പൂർത്തിയാക്കി. അതാണ് തരിയോട് മാടാമ്പി കുടിവെള്ള പദ്ധതി. അതിന് അന്ന് 30 ലക്ഷം രൂപ മുടക്കി 37 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ആ പദ്ധതി അന്ന് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ അവിടെയും വെള്ളമില്ല, ഇതുപോലെ ഉണങ്ങിക്കിടക്കാണ്. അതിനുശേഷം ഈ പദ്ധതിയുടെ ആയി കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ എല്ലാം തന്നെ വെള്ളത്തിന്റെ ക്ഷാമം ഒരു പരിധിവരെ പരിഹരിച്ചു. മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പിന്നീട് ഞാൻ മെമ്പറായിരുന്ന കാലത്ത് ഒരു പദ്ധതിയും കൂടി ഞാൻ ഇവിടെ ചീരാങ്കുന്ന് ഒരു പദ്ധതിയും കൂടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 17 ലക്ഷം രൂപ മുടക്കി ഞാൻ വീണ്ടും ഒരു പദ്ധതി കൂടി കൊണ്ടുവന്നു. അതുപോലെ തന്നെ അപ്പം ഇങ്ങനെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കും. ഇപ്പം ഇതുപോലത്തെ കഠിനമായ വേനൽ വരുന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഈ പ്രശ്നം. പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നമ്മൾ ഇവിടുന്ന് ഒട്ടനവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രൊജക്റ്റ് ആയിട്ടുള്ള നല്ല എഞ്ചിനീയർമാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഹൈഡ്രോളിക്കിൽ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു തടയണ ഇവിടെ നിർമ്മിച്ചാൽ മാത്രം ഇവിടെ ഒരു 3 മീറ്റർ വെള്ളം ഇവിടെ ഞങ്ങൾക്ക് ഈ തടയണയിൽ നിർമ്മിക്കാൻ ആദ്യകാലത്ത് കഴിയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു 2.5-3 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ വീടുകളിലും വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവുമായിരുന്നു. നമ്മളൊക്കെ വീട്ടിൽ എനിക്ക് എന്റെ വീട് ഇവിടെ തന്നെയാണ്. എന്റെ കിണറ്റിൽ ആധുനിക രീതിയിലുള്ള അത്യാവശ്യമാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ പദ്ധതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇതുപോലത്തെ കഠിനമായ വേനലിയും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഷട്ടർ വന്നപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഊർക്കടവിൽ ഷട്ടർ. ആ ഊർക്കടവിൽ ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഞാൻ 70 ഇവിടെ വന്ന ആളാണ്. അന്ന് മുതൽ ഞങ്ങൾ ഇറങ്ങി നടന്നുകൊണ്ട് ചാലിയാർപുഴയിലൂടെ ഞങ്ങൾ അരീക്കോട് നിന്ന് ഒരാഴ്ചക്കുള്ള സാധനങ്ങളൊക്കെ ചന്തയിൽ നിന്ന് മേടിച്ച് നടന്നാ വരല്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ നടന്നു വരാം. ഇപ്പൊ അവിടെ എത്രയോ വെള്ളമാണ്. ഊർക്കടവിലെ ആ ഷട്ടറാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഷട്ടർ അത് ഒന്ന് പോരാന്ന് എൻ്റെ അഭിപ്രായം. ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇതുപോലെ നിരവധി ഷട്ടറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഭാവിയിലേക്ക് ഇതിന്റെ പരിഹാരമാവുള്ളൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശരി, നമ്മള് ഇപ്പൊ സാധാരണക്കാര് ഇപ്പൊ ബാക്കിയുള്ള കുടിക്കാൻ വെള്ളം പഞ്ചായത്ത് എത്തിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള പ്രാഥമിക കർമ്മങ്ങൾക്ക് ഏത് രീതിയിലാണ് വെള്ളം? ഈ പുഴയില് കുറഞ്ഞ അഴുക്ക് വെള്ളമുണ്ട്. അത് അടിച്ചു കയറ്റിയിട്ടാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു കേടുവന്ന വെള്ളം തന്നെയാണ്. അത് കണ്ടാൽ ആരും ഉപയോഗിക്കില്ല. ആ വെള്ളം കുറഞ്ഞ 2 ദിവസം കൂടെ അടിക്കാനുള്ള വെള്ളമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. ഞാനൊരു ക്ഷീരകർഷനും കൂടെ. അപ്പോൾ ആ പശുവിനൊന്നും കൊടുക്കാൻ വെള്ളമില്ല.
ഈ ക്ഷീരമേഖലയിലും ഈ പ്രയാസം ഉണ്ടല്ലോ ഈ വേനൽക്കാലത്ത് പാല് കുറെ പാല് കുറഞ്ഞ് പറ്റിപ്പോയി വളരെ കുറവാണ്. അപ്പം അതൊക്കെ കന്നുകാലിക്ക് വരെ പുല്ലില്ല, ഒന്നുമില്ല, എല്ലാം കരിഞ്ഞു പോയി. കന്നുകാലികൾക്ക് വരെ വെള്ളം കൊടുക്കാനില്ല, വെള്ളം കൊടുക്കാനില്ലാത്ത അവസ്ഥ. അക്ഷയ തൃതീയ നാൾ ആഘോഷം. നമ്മളിപ്പോൾ ഈ കടുത്ത വേനൽ രൂക്ഷമായതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളെ ഈ മലയോര മേഖലയിലാകെ ഇപ്പം കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വലിയ രീതിയിൽ രൂക്ഷമായപ്പോൾ നമ്മളെ തോട്ടുമുക്കത്ത് ദേവസംകാട് എന്ന പ്രദേശത്ത് ഇതേപോലെ തന്നെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ ഒരു 10-50ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ആ കുടിവെള്ള പദ്ധതിയിൽ ഇപ്പം ഈ പുഴയിൽ നിന്നുള്ള വെള്ളം നമ്മളെ മലയിൽ ഒരു 4-5 കിലോമീറ്റർ മുകളിൽ നിന്ന് ഈ വരുന്ന വെള്ളം അവിടെ പല വീടുകളിലും പറമ്പുകൾ നനയ്ക്കാനും അതേപോലെ തന്നെ കോഴി ഫാമുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി കോഴി ഫാമുകളിൽ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി രാവിലെ പുഴയിലൂടെ കയറി പുഴയിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി ഈ പറഞ്ഞ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റുന്ന പൈപ്പുകളൊക്കെ ഞങ്ങൾ അവരുടെ ഉടമകളെ നേരിട്ട് കണ്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ ഈ പൈപ്പുകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ് അങ്ങനെ കൃത്യമായി അത് ചെയ്ത് ഞങ്ങളെ യുവാക്കളാകെ ഈ പുഴയിലൂടെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം തടസ്സങ്ങളൊക്കെ നീക്കി ഞങ്ങളിപ്പോൾ താഴെ കുടിവെള്ള പദ്ധതിൻ്റെ അടുത്തെത്തിയപ്പം നല്ല രീതിയിൽ വെള്ളം ഒഴുക്കോടുകൂടി ഞങ്ങളെ പദ്ധതിയിലേക്ക് വെള്ളം എത്തുന്ന ഒരു സംവിധാനം ഉണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഈ വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വെള്ളം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ വേനൽക്ക് ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളത്. ദേവസംകാട് കുടിവെള്ള പദ്ധതിയിൽ ടോട്ടൽ കംപ്ലീറ്റ് പറ്റിപ്പോയി. ഉള്ള മോട്ടറും എല്ലാം അടിച്ച് കരക്ക് കയറ്റുക, വെള്ളം മുഴുവൻ കോഴി ഫാമിലേക്ക് അടിച്ച് കയറ്റുക എന്നുള്ള പണിയായിരുന്നു. അതിപ്പോൾ ഇവിടുത്തെ ദേവസംകാടിലെ ചെറുപ്പക്കാരായ ആൾക്കാരെല്ലാവരും കൂടി പനമ്പുരാവ് പാലത്തിൻ്റെ മുകളിൽ മുതൽക്ക് ഇങ്ങോട്ട് വെള്ളം തിരിച്ചു വിട്ട് എല്ലാം ക്ലിയറാക്കി ഇപ്പോൾ ഇവിടെ നമ്മുടെ കിണറിൻ്റെ അടുത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വെള്ളം ഇവിടെ എത്തി നിറഞ്ഞ് സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. പുഴയിൽ നിന്ന് അടിച്ചു കിട്ടുന്ന വെള്ളം കൊണ്ട് ഞങ്ങൾ പുറമേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കും. പിന്നെ കുടിക്കാനും അവിടെ അടുത്തൊരു കിണറുണ്ട്. അതിൽ നിന്ന് ഒരു 10-20 വീട്ടുകാരെങ്കിലും ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ട്. അവർ ഞങ്ങൾക്കായിട്ട് ആ കിണർ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. ഇപ്പം അതിനകത്ത് പറ്റി തുടങ്ങി. ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയില്ല. അത്രമാത്രം വെച്ച് ഞങ്ങൾ കുറേ വീട്ടുകാർ അതിൽ നിന്നാണ് കോരി കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ വെള്ളം അടിച്ചു കിട്ടുന്ന വെള്ളം ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം ആ പൈസ എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് കുറച്ച് തരാനും കൂടി പറ്റുമെങ്കിൽ ചെയ്തു തരണം. ഞങ്ങള് വെള്ളം അടിക്കുന്നവർക്ക് കൂലി കൊടുക്കണം. കറണ്ടുകാര് ജനകീയ പദ്ധതി. അപ്പൊ അങ്ങനെ ആ വെള്ളത്തിന്റെ ഈ പൈസയും കൂടി ഞങ്ങൾക്കൊന്ന് കുറച്ച് കിട്ടുവാണെങ്കിൽ അത് എത്ര രൂപ. കാരണം ഞങ്ങള് ജനകീയ പദ്ധതിയിൽ പോലും വെള്ളം പമ്പ് ചെയ്യാനുള്ള വെള്ളം ഇല്ലാന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രയാസം. പിന്നെ എല്ലാരും തന്നെ കാരണവന്മാരായാലും പ്രായമായാലും രോഗികളാണ് അധികം പേരും. ഞങ്ങളുടെ ഇങ്ങോട്ടുള്ളവർ അധികം പേരും അങ്ങനെയുള്ളവരാ. എല്ലാവരും ബുദ്ധിമുട്ടി കഴിയുന്നവരും കൂലിപ്പണിക്കാരുമാണ്. ഇപ്പൊ പണിയാണെങ്കിലും കുറവ്. അപ്പൊ ഈ വെള്ളത്തിന്റെ പൈസ കൊടുക്കുന്നത് തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇത്രയും പൈസയൊക്കെ. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രയാസത്തെ കുറിച്ച്? എനിക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയുള്ളൂ. വെള്ളത്തിന്റെ ക്ഷാമം അതിരൂക്ഷമാണ് ഇവിടെ. അത് അടിച്ചാൽ തന്നെ എല്ലാ ദിവസവും കിട്ടിക്കോണമെന്നില്ല. ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെയാണ് ഞങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഭയങ്കര പ്രയാസം. കോരിക്കൊണ്ട് വരാൻ വീട്ടിൽ 1-2 ആൾക്കാരുണ്ട്. പ്രായമായവർക്ക് കൊണ്ടൊന്നും കുടിക്കാനുള്ള സാധ്യത പോലും ഇല്ല. മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് വേണം ഞങ്ങൾക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അടിക്കുന്ന വെള്ളം കറണ്ട് ഇല്ലെങ്കിൽ അന്നത്തെ കാര്യം പോയി. അന്ന് ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാകില്ല. പിന്നെ കിണറ്റിൽ അതിൽ അടിക്കുന്നിടത്ത് വെള്ളം ഇല്ല എങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമാണ്. ഇതിനായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നെങ്കിലേ ഇനിയുള്ള കാലം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എങ്ങനെയാണ് ഈ വേനലിനെ അതിജീവിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രായത്തിലും? തന്നെ വെള്ളം ഒട്ടും ഇല്ല. പിന്നെ ഈ വെള്ളം അടിക്കുന്ന കൊണ്ടുവന്ന് തരുന്ന വെള്ളം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. പിന്നെ ഒരു കിണറുണ്ട്. അതിൻ്റെ അന്ന് കുടിക്കാൻ മാത്രമേ എടുക്കും. വളരെ ഭയങ്കര കിണറൊക്കെ വറ്റി തുടങ്ങി. ഇനിയിപ്പോ വേനൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് അറിയാം. ഈ വേനൽ ഇനിയും ഇപ്പൊ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇനിയും ജലക്ഷാമം വരാൻ പോവാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭയമുണ്ട്, പേടിയുണ്ട്. ഞങ്ങള് പകുതി പേരും മരിച്ചു പോകത്തേ ഉള്ളൂ. വെള്ളം തീരെ വെള്ളം കിട്ടാനില്ല ഞങ്ങക്ക്. കറണ്ട് ഇല്ലെങ്കിൽ തീരെ വെള്ളം കിട്ടൂല. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് വെള്ളം എത്തിക്കുന്നുണ്ടോ? ഉണ്ട്. കുടിക്കാനുള്ള വെള്ളം എത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ വെള്ളം ചില സമയത്ത് കിട്ടും. ഒരു ദിവസം കിട്ടിയാൽ ഒരു ദിവസം കിട്ടൂല. അങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ഒക്കെ ഒപ്പിച്ചു പോകും. എല്ലാ വീട്ടിലും ആൾക്കാർ കുറവാണല്ലോ. അതുകൊണ്ടൊക്കെ അങ്ങനെ അങ്ങ് ഒപ്പിച്ചു പോകുന്നു. ആൾക്കാരുണ്ടായാലും തീരെ ബുദ്ധിമുട്ടാണ്. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ.
എന്താണ് ചേച്ചിന്റെ പ്രയാസങ്ങൾ? വെള്ളമില്ല, വെള്ളം പറ്റ കുറവാണ് പുഴയിൽ. അത് തന്നെ പുഴയിൽ നിന്ന് അടിക്കാനും വെള്ളമില്ല. അത് 1-2 ദിവസങ്ങളിൽ മാത്രമേ അടിക്കാൻ കിട്ടുകയുള്ളൂ. അത് 32 വീട്ടുകാരാണ് അഥവാ 14,000 ലിറ്റർ വെള്ളം അടിച്ചാൽ ഉപയോഗിക്കുന്നത്. അതെല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ കിട്ടില്ല. കഷ്ടി ഒരു 500-ന് താഴെയൊക്കെ വെള്ളം കിട്ടും. അത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തണം. കുടിക്കാനാണെങ്കിൽ വെള്ളത്തിന് അതിലീ ക്ഷാമം. അടുത്തൊരു കിണറുണ്ട്, 10-30 വീട്ടുകാർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പം കഷ്ടി തൊട്ടി മുങ്ങി നമുക്ക് വെള്ളം എടുക്കാം. അത്രയേ ഉള്ളൂ. അതിൽ ചെന്ന് കല്ലും കട്ടയൊക്കെ ആയിട്ടാണ് നമ്മൾ കോരിക്കൊണ്ടുവന്ന് വെച്ച് അരിച്ച് അതിൻ്റെ മേളിൽ നിന്ന് വെള്ളം എടുത്താണ് നമ്മൾ ഭക്ഷണങ്ങൾ പാകം ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുക. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വെള്ളം വേണ്ടേ? അതുകൊണ്ട് സർക്കാർ അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടണം. ഇങ്ങനെയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ വെള്ളം ഇല്ലാന്നുള്ള വിവരങ്ങളൊക്കെ കേൾക്കുന്നത്. ജോലി കഴിഞ്ഞ് തേങ്ങ എവിടെയും പോയി 5-6 തേങ്ങ കുത്തി അരിവാങ്ങി കാശ് കൊണ്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ഷോർട്ടാണ്. പിന്നെ അടുത്ത കിണറ്റിൽ നിന്ന് കല്ലും കട്ടയൊക്കെ കോരി വെച്ച് അതപ്പോൾ കുളിക്കാൻ പറ്റുമല്ലോ. കോരിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അരിച്ച് 2 ദിവസമായിരുന്നെങ്കിൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഈ വെള്ളമെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരുന്നു. പക്ഷേ ഇതിനും വലിയ ഷോർട്ടാണ് ഇപ്പം. അപ്പോൾ അങ്ങനെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ക്ലോസിറ്റ് തന്നെ നമുക്ക് പകരാൻ വെള്ളമില്ല. ആ വെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷം തന്നെയാണ്. ഇത് കുറേ കാലങ്ങൾ കൊണ്ട് തന്നെ, ഇപ്പം മാത്രമല്ല കുറേ കാലങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചു പോകുന്നത്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള പ്രയാസം അല്ലേ? അതെ, വെള്ളത്തിന് രൂക്ഷമാണ്, പ്രശ്നമാണ്. ഈ കഠിന വേനലിൽ അധ്വാനിച്ച് വീട്ടിലെത്തുമ്പോഴുള്ള ഒരു അവസ്ഥയാണ്. അതെ, ഇവിടെ ചിലപ്പോൾ വെള്ളം ഈ പുഴയില് ഇവിടെ മുതൽ മുകൾ ഭാഗം വരെ യാത്ര ചെയ്ത് ജലസ്രോതസ് തേടി നടന്ന ഒരാളാണല്ലോ. എന്തായിരുന്നു ഈ പുഴയുടെ ഒരു അവസ്ഥ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ച് യുവാക്കളും സമീപവാസികൾ ആയുള്ള ചേട്ടന്മാർ എല്ലാവരും കൂടി ചേർന്ന് ഈ പുഴയിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോളം മുകളിലേക്ക് ഇവിടെ പരമ്പ്ലാവ് എന്ന സ്ഥലമുണ്ട്. അവിടെ വരെ ഇതിൻ്റെ മുകളിലൊരു പാലമുണ്ട്. അവിടെ വരെ ഞങ്ങൾ ഈ തോട്ടുകളിലൂടെ പോയി നടന്നുപോയി. അപ്പോൾ പല സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവിടെ നിന്നൊക്കെ നമ്മൾ ഇത് വെച്ച് തൂമ്പ് വെച്ചും ഒക്കെ കത്തി വെച്ചൊക്കെ വഴി തിരിച്ച് വിട്ട് വെള്ളം കൊണ്ട് വരുത്തുകയാണ് സംഭവിച്ചത്. പലയിടത്തും വെള്ളമുണ്ട്, പക്ഷെ കുറഞ്ഞ കെട്ടുകൾ പോലെയുള്ള സ്ഥലങ്ങളാണ് വെള്ളം ഉള്ളത്. പാറയും കൂടിയാണല്ലോ ഈ പാറയാണ്. പലയിടത്തും ചരക്കല്ലുകൾ പാറയായിട്ട് വെള്ളം വഴി തിരിച്ചു വിടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും കഷ്ടപ്പെട്ടിട്ടാണ് അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതിന് എല്ലാവരുടെയും സഹായത്തോടെയാണ് അന്ന് ചെയ്തത്. എന്നാലും വളരെ ബുദ്ധിമുട്ടാണ്. ഏകദേശം കുറച്ച്, അത് മാത്രം വെള്ളമൊന്നും പറയാനില്ല, എന്നാലും കുറച്ച് വെള്ളം ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. ഇനിയും വെള്ളങ്ങൾ വരാനുണ്ട്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകൾ അടി പാറയാണ്, അങ്ങനത്തെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര മോശമായിരിക്കും. പിന്നെ മഴയില്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും വെള്ളം വറ്റിയിരിക്കുകയാണ്. ഇനിയുള്ള ഈ സമൂഹവാസികളൊക്കെ എങ്ങനെ വെള്ളം കുടിക്കുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്തത്. ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ രാവിലെ കുളിച്ചു മാറ്റി പെട്ടെന്ന് പോകാനൊക്കെ എന്താണ് കുളി എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ ഒരു പ്രശ്നം മാത്രമാണ്. രാവിലെ എന്തെങ്കിലും പോയി കുളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത കാരണം രാവിലെ ഒന്ന് കുളിച്ചു പോകാം. വൈകിട്ട് മലയാളിയാണ്, ഒന്ന് കുളിച്ചു പോകുന്നത് നല്ലത്. അപ്പോൾ രാവിലെ ഒന്ന് കുളിക്കും, വൈകിട്ട് മേല് കഴുകുക എന്നല്ലാണ്ട് മുഴുവനായിട്ട് നമുക്ക് കുളിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ബാത്റൂമിലേക്കാണെങ്കിൽ സ്ത്രീകളൊക്കെ ഉള്ള വീടുകൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ഒന്ന് കുളിച്ചു പോയില്ലെങ്കിൽ പിന്നെ ഉഷാറാവില്ലാത്തതുകൊണ്ട് രാവിലെ ഒന്ന് മേല് കഴുകി പോകുന്നത് മാത്രമേ ഉള്ളൂ. കുളി പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല ഇത്ര സാഹചര്യത്തിൽ. തീർച്ചയായും നമ്മുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളായ കുറച്ച് ആളുകളുണ്ട്. ഇവരൊക്കെ കോളേജിലും സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് വെള്ളമില്ലാത്തൊരു പ്രയാസം ഈ ചെറുപ്പത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വന്നില്ലേ? എന്താ പറയാനുള്ളത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ കുളിക്കാനോ ഒന്നും വെള്ളമില്ല. പിന്നെ ഇപ്പോൾ ബാത്റൂം പോകാനൊന്നും ഇറക്കി വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം 2 നേരമൊക്കെ ബാത്റൂം പോകണമല്ലോ, നമുക്ക് 1 നേരമൊക്കെ ചിലപ്പോൾ പോകുള്ളൂ. പ്രാഥമിക കർമ്മങ്ങൾ പോലും കൃത്യമായി നേർക്കൊക്കെ കഴിയുന്നില്ല. ബുദ്ധിമുട്ടാണ്. എന്താണ് ഇങ്ങനെ ജോലിക്കൊക്കെ എങ്ങനെ രാവിലെ ഒരു 2 കിലോമീറ്റർ മുകളിൽ പനമ്പലാവ് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കുളിച്ച് വരുന്നത്, കുളിക്കാൻ പോകണം. വൈകുന്നേരം അതുപോലെ തന്നെ അവിടെ പോയിട്ട് കുളിച്ച് ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ അലക്കി ഇങ്ങോട്ട് പോകും. അവിടുന്ന് ഒരു പാലുണ്ട്, ആ പാലത്തിൻ്റെ അവിടുന്ന് കുറച്ചങ്ങ് കയറി കഴിഞ്ഞാൽ ചെറിയ കുഴിയുണ്ട്, അതിൽ കുളിക്കുക, പോരുക. അതന്നെ ബാത്റൂമൊക്കെ അവിടെ തന്നെ നടത്തുക, അല്ല വേറെ വീട്ടിൽ വെള്ളമില്ല പൊതുവെ. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ മലയോര മേഖലയിലെ അവസ്ഥയാണ് ഇതുവരെ നമ്മൾ കേട്ടത്. എത്രയും പെട്ടെന്ന് ഈ മലയോരവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് അധികൃതരോട് പറയാനുള്ളത്. ഇത്തരം പുഴകളിൽ ആധുനിക രീതിയിലുള്ള തടയണകൾ നിർമ്മിച്ച് വരും വർഷങ്ങളിലെങ്കിലും വേനലിനെ ചെറുക്കണമെന്നാണ് പറയാനുള്ളത്.